ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 31 അതിൻ്റെ 17 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിന്നെ വിളിച്ച് അപേക്ഷിച്ചിരിക്കെ കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മയത്ര വലിയതാകുന്നു. ആമേൻ. അനുഭവിച്ചുകൊണ്ടാ ദാവീദ് രാജാവ് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ വാക്യങ്ങൾ എത്ര മനോഹരമാണ്. ശത്രുക്കൾ നിമിത്തം ദുഃഖം അനുഭവിച്ചവർക്ക് മനസ്സിലാകും. ശത്രുക്കൾ നിമിത്തം തകർച്ചയുടെ അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് മനസ്സിലാകും. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കളെ, മനസ്സ് ഭാരപ്പെട്ടും പതറിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കെ കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്. പ്രശ്നങ്ങൾ ഏറി വരുമ്പോഴും ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം കേട്ടതുപോലെ, യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കെ കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തോടാണ് വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് മന്ത്രിയായവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ തളരില്ല ദൈവമക്കളെ, തളരുകയില്ല. വിശ്വാസം പതറിപ്പോത്തില്ല. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും അതിനൊക്കെ നമുക്ക് കോട്ട ഉണ്ടാകാം. ലോകത്തിലെ ബന്ധങ്ങൾ ഇടഞ്ഞു പോകാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ച നന്മ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ആ നന്മയുള്ളിടത്തോളം ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നഷ്ടപ്പെടാനുള്ളതൊന്നും ദൈവം തന്നിട്ടില്ല. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഗ്ലോറി സ്തോത്രം. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. അതാണ് ഇവിടെ അടുത്ത വാക്യത്തെ കേൾപ്പിക്കുന്നത്. ദുഷ്ടന്മാർ നിന്ദിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായ ഡംഭത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ എന്നാണ് ഇവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഹരിച്ചതും, ഹല്ലേലൂയ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മയത്ര വലുതാകുന്നു. ഇതൊക്കൊന്ന് സാക്ഷ്യം പറയാൻ ഈ ആഷ്കാലം മതിയോ ദൈവമക്കളെ? അത്രമാത്രം ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്താൽ, നമ്മുടെ കൈപിടിച്ച് നടത്തിയ നന്മകളെയൊക്കെ ഓർത്താൽ, ഹല്ലേലൂയ, ദൈവമേ, യേശുവേ സ്തോത്രം. ഈ ജന്മം പോരാ ദൈവമക്കളെ, ഈ ആഷ്കാലം പോരാ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സാക്ഷി പറയാൻ കിട്ടുന്ന അവസരങ്ങൾ സാക്ഷ്യം പറയുക. നിന്ദിക്കുന്നവരും പഴിക്കുന്നവരും ഒക്കെ നമുക്ക് ചുറ്റിനും ഉണ്ടാകും. ഒന്നോർത്താൽ മതി, വിളിച്ച ദൈവം വിശ്വസ്തനാ. അവങ്കലേക്ക് നോക്കിയവരാരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. നോട്ടം അവങ്കലിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയ്ക്കും വാങ്ങാൻ മറിയാല. ദൈവം അനുഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, നടത്തിയ നന്മകളെ ഓർത്താൽ എത്ര വലിയ നന്മകളാണ് കർത്താവെ നീ ഞങ്ങൾക്ക് ദാനമായി തന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന വചനമുണ്ടല്ലപ്പ. അതേ സഹിക്കുവാനും ക്ഷമിക്കുവാനും ദൈവസന്നിധിയിൽ ലഭിച്ച സകല നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും വിശ്വാസം കെട്ടുപോകാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് നാളുകളായി സ്തുതിച്ചും വാഴ്ത്തിയുമിരിക്കുന്ന മക്കൾക്ക് ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിൻ്റെ മക്കൾ പരാജയപ്പെട്ടു പോകുകയായിരുന്നില്ല, നിൻ്റെ മക്കൾ കർത്താവെ ജയം പ്രാപിക്കുകയായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ദൈവത്തിൻ്റെ ആ വലിയ കൃപ നിൻ്റെ മക്കളിലേക്ക് പകരുകയായിരുന്നല്ലപ്പ. ദൈവമേ, സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ശത്രുക്കൾ നിമിത്തം ഉണ്ടായപ്പോൾ കർത്താവെ ഉടഞ്ഞു പോകാതെ കൈവെള്ളെ കാത്തു പരിപാലിച്ച ദൈവമേ, മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.